വി ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ എ പി അനിൽകുമാറിന്റെ പ്രതികരണം കേട്ടു, നേരത്തെ ഷൗക്കത്തുമായി നമ്മൾ സംസാരിച്ചപ്പോഴും കേട്ടു, VSUമായി സംസാരിച്ചപ്പോഴും കേട്ടു. അതായത് പാലക്കാടും ചേലക്കരയിലും സംഭവിച്ചതുപോലെ PV അൻവറിന്റെ വഴിക്കും UDFിന്റെ വഴിക്കും നീങ്ങാനാണോ തീരുമാനം? ഒടുവിൽ പാലക്കാട് ഒരു ഒത്തുതീർപ്പൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടു. ചേലക്കരയിലെ ഒത്തുതീർപ്പ് നടന്നില്ല, അവിടെ ആ അർത്ഥത്തിൽ ഒറ്റയ്ക്ക് പോവുകയായിരുന്നു PV അൻവർ. നിലമ്പൂരിലും ഇനി അങ്ങനെ ഒത്തുതീർപ്പിലേക്ക് പോകാനോ ലീഗിനെ മുന്നിറക്കി PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിനോ തയ്യാറാകുമോ? ഇപ്പോൾ ലീഗ് നേതൃത്വം സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവറിനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയുമോ ഈ സാഹചര്യത്തിലും UDFിന്? ഡോക്ടർ അരുൺകുമാർ, ഇത് പരസ്പര പൂരകമായിട്ടുള്ള കാര്യമാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന്റെ ഒരു 5000-നും 10,000-നും ഇടയിലൊക്കെ വോട്ട് ബാങ്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ ആ വോട്ട് ബാങ്കിനെ UDF കൂടെ നിർത്തിയാൽ UDFിന് DC വോക്ക് ഓവർ എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ വെറുതെ വെറുപ്പിച്ച് ആ വോട്ട് ഇല്ലാതാക്കേണ്ടതില്ല എന്ന് UDFിനകത്ത് അഭിപ്രായമുണ്ട്. കോൺഗ്രസ് അല്പം മസിൽ പിടിച്ചാലും ലീഗ് ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനുള്ള ടോക്ക് നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും PV അൻവറിനെ കൂടെ നിർത്തിയാൽ അതിൻ്റെ ഗുണം UDFിന് കിട്ടും. നേരെ അതിൻ്റെ മറുവശം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം UDFിനൊപ്പം നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. കാരണം അദ്ദേഹം ഈ CPMൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ മെറിറ്റ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെങ്കിൽ UDF ജയിച്ചു കയറുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് UDFിനൊപ്പം നിൽക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇടഞ്ഞ് ഒരു വിമത സ്ഥാനാർത്ഥിയായി സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോയാൽ അതൊരു സ്പോയിലർ ഫാക്ടർ ആവുകയും ഒരു പക്ഷേ അത് LDFിന് ഗുണം ചെയ്യുകയും ചെയ്താൽ എന്നേക്കുമായി ഈ PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ അധ്യായം അടച്ചു വെക്കേണ്ടത് വരും. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ശോഭനമായിട്ടുള്ളത് UDFിനൊപ്പം നിൽക്കുകയും CPMനെ പരാജയപ്പെടുത്തുകയുമാണ്. ഈ ഒരു പരസ്പര പൂരകമായ ഘടകം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. തൽക്കാലം 2 ദിവസത്തിനകം ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തും. അത് കോൺഗ്രസ് മുൻകൈ എടുത്തില്ലെങ്കിൽ ലീഗെങ്കിലും അക്കാര്യത്തിൽ മുൻകൈ എടുക്കുമെന്നുള്ളതാണ്. ഏതായാലും PV അൻവറിന്റെ പ്രസ്താവനയിൽ ചില നീരസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അൻവറിനെ കൂടെ നിർത്തി തൽക്കാലം അനുനയിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ ഈ കടമ്പ കടന്നു കയറുക എന്നുള്ളത് തന്നെയാണ് UDF ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് PV അൻവറിന് ഒരു 5000-10,000 വോട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ഈസി വാക്ക് ഓവറിന് UDFിന് PV അൻവറിനെ ഒപ്പം നിർത്താൻ സഹായിക്കണം. PV അൻവർ പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും നിശബ്ദനായിരിക്കുക എന്നതും UDFിന്റെ രാഷ്ട്രീയ താല്പര്യമാണ്.